കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഈയിടയ്ക്ക് നടന്ന ചില PSC എക്സാമിനേഷൻസ് ഉണ്ട്. ഒന്ന് സീനിയർ ഗ്രേഡ് ഇൻസ്ട്രക്ടറും പിന്നെ നമുക്ക് കോമൺ ആയിട്ടുണ്ടായിരുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ AE എക്സാമിനേഷനും. അപ്പം അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷൻ ആൻഡ് റിവിഷനാണ് ഈ വീഡിയോ. ഓക്കെ, എസ്പെഷ്യലി മെക്കാനിക്കൽ സിവിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്ക് കെമിക്കലിന് എന്തൊക്കെ സബ്ജക്ട്സ് ആണ്, എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കേണ്ടത്, നമ്മളെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: if the pressure measurement in a vessel gives a reading of 690 mm Hg mm mercury and the barometer reads 755 mm Hg, the pressure reading റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രഷർ റീഡിംഗ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രഷർ മെഷർ ചെയ്തപ്പോൾ നമുക്ക് ആ ഗേജിലെ പ്രഷർ കിട്ടിയത് എത്രയാണ്? 690 mm ആണ് എക്യുപ്മെൻറ്റിന് കിട്ടിയത്. ബാരോമീറ്റർ റീഡിംഗ്, ബാരോമീറ്റർ എന്തിൻ്റെ മെഷറാണ്? ബാരോമീറ്റർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ മെഷറാണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഗേജ് പ്രഷർ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ഒന്നുകിൽ അത് അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ മുകളിൽ പോവാം, അല്ലെങ്കിൽ താഴെ പോവാം. ഓക്കെ, ഒരു ഗേജ് വെച്ച് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അവിടെ ഓൾറെഡി അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്. ഓക്കെ, സോ ഗേജ് പ്രഷർ എന്താ? ഗേജ് പ്രഷർ ഈസ് ഈക്വൽ ടു മെഷേർഡ് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ ഗേജ് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് വെച്ച് മെഷർ ചെയ്ത പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഓക്കെ, സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ള ഡിഫറൻസ് ആണ്. അത് മുകളിലത്തെ സൈഡിലായി കഴിഞ്ഞാൽ ഹയർ പ്രഷറായി, ലോവർ സൈഡിലായി കഴിഞ്ഞാൽ വാക്കം. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എന്താണ്? 755 mm Hg എന്ന് പറയുന്നത് 1 atmosphere ആണ്, അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. കാരണം ബാരോമീറ്റർ എന്താണ്? അറ്റ്മോസ്ഫിയർ പ്രഷറിനെയാണ് റീഡ് ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടിയ പ്രഷർ എത്രയാണ്? 690 mm Hg. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് എടുക്കണം. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇറ്റ് ഈസ് 65 mm Hg ആണ് ഇതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, സോ അത് മൈനസ് സൈൻ വരും, കാരണം 690 മൈനസ് 755 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന പ്രഷർ എന്താണ്? മൈനസ് 65 mm Hg വാക്കം. കാരണം അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും താഴെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രഷർ. ഓക്കെ, ഇവിടെ 755 mm Hg ആണ്, അതിൻ്റെ താഴെയാണ്. ദിസ് ഈസ് വാക്കം. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ സൈഡിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് question: an inclined manometer is used to measure the pressure difference delta P between fluids A and B. The angle of inclination of the manometric tube with horizontal is theta. The length of the inclined column showing the difference in pressure between the two limbs is R. If rho A and rho B are the densities of A and B, delta P is equal to PA minus PB is given by. ഡെൽറ്റ പിയുടെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കുറേ ഇൻക്ലൈൻഡ് മാനോമീറ്റർ. അപ്പം ഇൻക്ലൈൻഡ് മാനോമീറ്ററിൽ ഡെൽറ്റ പിയുടെ ഇക്വേഷനാണ്, എനിക്ക് തോന്നുന്നു ഞാനവിടെ പറയാൻ വിട്ടുപോയിരുന്നു. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഡെൽറ്റ പി. ഓക്കെ, PA മൈനസ് PB അല്ലെങ്കിൽ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു G ഇൻറ്റു R1. ഇവിടെ R1 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ട്യൂബാണ്. ഓക്കെ, റോ എ മൈനസ് റോ ബി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഡിഫറൻസ് ആണ്. സൈൻ ആൽഫ എന്ന് പറയുന്നത് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ്. ഓക്കെ, സോ ഇക്വേഷൻ എന്താണ്? GR ഇൻറ്റു റോ എ മൈനസ് റോ ബി സൈൻ ആൽഫ. ഓക്കെ, സോ ഇവിടെ ആ ഓപ്ഷൻ ഏതാണ്? ദിസ് ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ വേറെ ഇൻക്ലൈൻഡ് മാനോമീറ്ററിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, യൂഷ്വലി ദ ആംഗിൾ ഓഫ് മെഷറിംഗ് ലെഗ്, ഈ ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും? 10 degrees ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്. നെക്സ്റ്റ് നമുക്കറിയാം, നമുക്ക് യൂട്യൂബ് മാനോമീറ്റർ ഉണ്ട്, പിന്നെ ഇൻക്ലൈൻഡ് മാനോമീറ്റർ ഉണ്ട്, പിന്നെ വെൽ ടൈപ്പ് മാനോമീറ്റർ ഉണ്ട്. സോ വെൽ ടൈപ്പ് മാനോമീറ്ററിൻ്റെ ഇക്വേഷൻ P2 മൈനസ് P1 അല്ലെങ്കിൽ ഡെൽറ്റ പിയുടെ ഇക്വേഷൻ റോ ഇൻറ്റു 1 പ്ലസ് A1 ബൈ A2 ഇൻറ്റു H ആണ്. ഓക്കെ, ഇക്വേഷൻ ഈസ് റോ ഇൻറ്റു 1 പ്ലസ് A1 ബൈ A2 ഇൻറ്റു H, ഡെൽറ്റ പിയുടെ ഇക്വേഷൻ ഫോർ എ വെൽ ടൈപ്പ് മാനോമീറ്റർ. ഓക്കെ, അതിൽ A1 എന്താണ്? ഇവിടെ ഫിഗറിൽ കാണുന്ന പോലെ നമുക്കൊരു വൈഡർ ആയിട്ടുള്ള ഒരു ലഗ്ഗും ഉണ്ട്, ഒരു തിന്നർ ആയിട്ടുള്ള സ്മോളർ ലഗ്ഗും ഉണ്ട്. അപ്പോൾ A1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സ്മോളർ ലെഗ് ആണ്. A2 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ വെൽ റോ എ മൈനസ് ലാർജർ ലെഗ്, ഡെൻസിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ദ. ഇനി അതിലൊരു കേസും കൂടിയുണ്ട്. ഇഫ് A1 ബൈ A2 ഈസ് മച്ച് ലെസ് ദാൻ 1. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്?
ഏരിയ ഓഫ് ദ സ്മോളർ ലെഗ് വളരെ ചെറുതാണെങ്കിൽ, ഓക്കെ, വളരെ ചെറുതായിപ്പോൾ എന്താവും, ഈ വാല്യൂ മച്ച് ലെസ് ദാൻ 1 ആവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഏരിയ ഓഫ് ദ വെൽ ഈസ് 500 ഓർ മോർ ടൈംസ് ലാർജർ ദാൻ ദ ഏരിയ ഓഫ് ദ അതർ ലെഗ്. കേട്ടോ, അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ടേമിനെ നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, 1 + A1/A2 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 ആവും. ദെൻ വി ക്യാൻ റൈറ്റ് P2 - P1 ഇസ് ഈക്വൽ ടു ρh. ഓക്കെ, ഈ കേസും കൂടി ഓർത്തെക്കുക. എപ്പോഴാണ് സ്മോളർ ലെഗിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആ വെല്ലിൻ്റെ ഏരിയയെ സംബന്ധിക്കോളം നെഗ്ലിജിബിൾ ആവുന്ന കേസിലാണ് ΔP എന്താണ് ഈക്വൽ ടു ρh ആവുന്നത്. ഓക്കെ, ഫൈൻ, അണ്ടർസ്റ്റുഡ്? യാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഓഫ് ഫ്ലോ പാറ്റേൺ ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ എ ഓപ്പൺ ടർബൈൻ? ഓക്കെ, സോ നമുക്കറിയാം, യൂഷ്വലായിട്ട് പ്രൊപ്പല്ലേഴ്സിൻ്റെ കേസിൽ നമുക്ക് ആക്സിയൽ മിക്സിങ് കിട്ടുന്നു, പെഡൽസിൻ്റെ കേസിൽ നമുക്ക് റേഡിയൽ മിക്സിങ് കിട്ടുന്നു. ഓക്കെ, ടർബൈൻസ് എന്ന് പറയുന്നത് രണ്ടിന് ഇൻ്റർമീഡിയറ്റ് ആണ്, അപ്പം നമുക്ക് രണ്ട് തരം മിക്സിങ്ങും കിട്ടുന്നു. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ആക്സിയൽ ആൻഡ് റേഡിയൽ ആൻഡ് ആക്സിയൽ മിക്സിങ് ബോത്ത്. പക്ഷേ അതിലൊരു കാര്യം ശ്രദ്ധിക്കണം, ഏത് മിക്സിംഗ് ആണ് ഡോമിനൻറ്റ് എന്നറിയണം. ഓക്കെ, ഇപ്പോൾ രണ്ട് തരം ടർബൈൻസ് ബേസിക്കലി ഉണ്ട്. ഒന്ന് ഫ്ലാറ്റ് ബ്ലേഡ് അല്ലെങ്കിൽ കേർവ്ഡ് ബ്ലേഡ് ടർബൈൻസ് ഉണ്ട്. ഓക്കെ, ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്ലേഡുള്ള ടർബൈൻസ് ഉണ്ട്, അതേപോലെ കേർവ്ഡ് ആയിട്ടുള്ള ബ്ലേഡുള്ള ടർബൈൻസും നമുക്കുണ്ട്. ഓക്കെ, സോ കേർവ്ഡ് ആൻഡ് ഫ്ലാറ്റ് ബ്ലേഡ് ടർബൈൻസ് ആണെങ്കിൽ അവിടെ റേഡിയൽ മിക്സിംഗ് ആയിരിക്കും ഡോമിനൻറ്റ്. ഓക്കെ, ഡോമിനൻ്റ് ആവുന്നത് അല്ലെങ്കിൽ കൂടുതലുള്ളത് റേഡിയൽ മിക്സിംഗ് ആയിരിക്കും. അതേപോലെ പിച്ച്ഡ് ടർബൈൻസ് ഉണ്ട്. പിച്ച്ഡ് ടർബൈൻ എന്ന് പറയുമ്പം അതിൻ്റെ ബ്ലേഡിനൊരു പെർട്ടിക്കുലർ ആംഗിൾ ഉണ്ടാവും. ഓക്കെ, സ്ട്രെയിറ്റ് ആയിരിക്കില്ല, ഇറ്റ് വിൽ ബി അറ്റ് സം ആംഗിൾ. ഓക്കെ, ചെരിഞ്ഞിട്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ അവിടെ ആക്സിയൽ ഫ്ലോ ആണ് ഡോമിനേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ ഫ്രം ടെർമിനൽ സെറ്റിലിംഗ് വെലോസിറ്റി. സോ ദ ടെർമിനൽ സെറ്റിലിംഗ് വെലോസിറ്റി ഓഫ് എ സ്പിയർ പാർട്ടിക്കൽ ഇൻ ഗ്രാവിറ്റേഷണൽ സെറ്റിലിംഗ് അണ്ടർ സ്റ്റോക്സ് ലോ റെജീമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ സ്റ്റോക്സ് ലോ റെജീം എന്ന് പറയുന്നത് ലോ റെനോൾഡ്സ് നമ്പർ റെജീമാണ്, ഓഫ് ഫ്ലോ ആണ്. ഓക്കെ, ഫൈൻ. സോ ഞാൻ ഇന്നലെ എനിക്ക് തോന്നുന്നു ഫ്ലോട്ടേഷൻ്റെ പാർട്ടിൽ അവസാന ടെർമിനൽ സെറ്റിലിംഗ് വെലോസിറ്റിയുടെ ഒരു 2 സ്ലൈഡിലൊരു പോർഷനിൽ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, സോ ഇക്വേഷൻ ഫോർ ഗ്രാവിറ്റി സെറ്റിലിംഗ് ഓഫ് സ്പിയേഴ്സ്, അതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ടെർമിനൽ സെറ്റിലിംഗ് വെലോസിറ്റി ഓഫ് എ സ്പെറിക്കൽ പാർട്ടിക്കൽ. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ut ഈസ് ഈക്വൽ ടു √4g റോ ഓഫ് പാർട്ടിക്കൽ മൈനസ് റോ ഓഫ് ലിക്വിഡ് ഇൻറ്റു dp/3 cd കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ബൈ ഡെൻസിറ്റി. ഓക്കെ, സോ ഇവിടെ റിലേഷൻ എന്താ വെച്ചിരിക്കുന്നത്? ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? The terminal settling velocity varies linearly with the particle size. ഓക്കെ, എന്ന് പറഞ്ഞാൽ ut should be proportional to dp. ആണോ? അല്ല. വേരീസ് ലീനിയർലി വിത്ത് ഫ്ലൂയിഡ് വിസ്കോസിറ്റി. ഇക്വേഷൻ നോക്കിയേ, ഇവിടെ വിസ്കോസിറ്റിയുടെ ടേം ഉണ്ടോ? വിസ്കോസിറ്റി ഉണ്ടോ? ഇല്ല. വിസ്കോസിറ്റി എന്ന ടേമേ ഇവിടെ ഇല്ല. ഇൻഡിപെൻഡൻ്റ് ഓഫ് വിസ്കോസിറ്റി ആണ് അപ്പം, അല്ലേ? വേരീസ് ഡയറക്ട്ലി വിത്ത് സ്ക്വയർ റൂട്ട് ഓഫ് പാർട്ടിക്കൽ ഡയമീറ്റർ. ഓക്കെ, ശരിയല്ലേ? ut ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി പി എന്നല്ലേ? അപ്പോൾ ut ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ഡി പി. ശരിയല്ലേ? അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് പാർട്ടിക്കൽ ഡെൻസിറ്റി. ഓക്കെ, സോ ഇവിടെ പാർട്ടിക്കൽ ഡെൻസിറ്റി മുകളിലാണ്, അപ്പം ഇൻവേഴ്സ്ലി വിത്ത് പാർട്ടിക്കൽ ഡെൻസിറ്റി അല്ല. ദ ആൻസർ ഈസ് സി, വേരീസ് ഡയറക്ട്ലി വിത്ത് സ്ക്വയർ ഓഫ് പാർട്ടിക്കൽ ഡയമീറ്റർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ്. ബോൺസ് ക്രഷിംഗ് ലോയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, so Bond's crushing law states that the work required to form a product of specified size from a very large size feed is proportional to. Okay, basically work is proportional to what? അതാണ് ബോൺസ് ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബോൺസ് ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വർക്ക് റിക്വയർഡ് ഫോർ ക്രഷിംഗ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഓഫ് ദ പ്രൊഡക്റ്റ് പാർട്ടിക്കൽ. ഓക്കെ, അതാണ് ബോൺസ് ലോ പറയുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ. ഇവിടെ ആൻസർ എന്താ നോക്കിയേ? സ്ക്വയർ റൂട്ട് ഓഫ് സർഫസ് ടു വോളിയം റേഷ്യോ ഓഫ് ദ പ്രൊഡക്റ്റ് ആണ്, അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് ആണ്. സ്ക്വയർ റൂട്ട് ഓഫ്
സർഫസ് ടു വോളിയം റേഷ്യോ ഓഫ് ദ പ്രൊഡക്റ്റ്. ഓക്കെ, സോ ഇതിൻ്റെ വേറെ ചില കാര്യങ്ങളും കൂടിയാണ്. ബോൺസ് ലോ വാലിഡ് ആവുന്നത് പാർട്ടിക്കൽ സൈസ് റേഞ്ച് ഓഫ് 0.5 mm ടു 50 mm റേഞ്ചിൻ്റെ ഉള്ളിലാണ്. ഇതാണ് ബോൺസ് ലോൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് വേറെ റിറ്റിഞ്ചേഴ്സ് ലോ ഉണ്ട് നമുക്ക്. അതേപോലെ ക്രഷിങ്ങിൽ റിറ്റിഞ്ചേഴ്സ് ലോൻ്റെ കേസിലാണെങ്കിൽ വർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ന്യൂ സർഫസ് ക്രിയേറ്റഡ് ആണ്. ഓക്കെ, അതേപോലെ കിക്സ് ലോ ഉണ്ട്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എനർജി റിക്വയർഡ് ടു റെഡ്യൂസ് എ മെറ്റീരിയൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സൈസ് റിഡക്ഷൻ റേഷ്യോ ആണ്. ഓക്കെ, സൈസ് റിഡക്ഷൻ റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? സൈസ് റിഡക്ഷൻ റേഷ്യോ ഈസ് ദ ആവറേജ് ഡയമീറ്റർ ഓഫ് ഫീഡ് പാർട്ടിക്കൽ ബൈ ആവറേജ് ഡയമീറ്റർ ഓഫ് പ്രൊഡക്റ്റ് പാർട്ടിക്കൽ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തേക്ക്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് സ്റ്റിക്കി മെറ്റീരിയൽസ്? ഓക്കെ, അപ്പോൾ അത് ഈ പോയിന്റ് ഞാൻ അന്നേരം എടുത്ത് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ആൻസർ സ്ക്രൂ കൺവെയറാണ്. സ്ക്രൂ കൺവെയറാണ് സ്റ്റിക്കി മെറ്റീരിയൽ ട്രാൻസ്പോർട്ടിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്ക്രൂ കൺവെയർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹൈലി വിസ്കസ് ആൻഡ് സ്റ്റിക്കി സെമി സോളിഡ് ട്രാൻസ്പോർട്ട്. അതേപോലെ വേറെ ഇതിലോർത്തേക്കേണ്ട ഒരു കാര്യം, സ്പൈറൽ സ്ക്രൂ ആണ് ഡ്രൈ മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. കട്ട് സ്പൈറൽ സ്ക്രൂ ആണ് വെറ്റ് മെറ്റീരിയലിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ്, when the diameter of the column is small with a deep bed of solids, which problem is bound to occur in fluidization? അതാണ് ചോദ്യം. ഓക്കെ, when the diameter of the bed is small, diameter of bed small ആണ്, പക്ഷേ ബെഡ് ഡീപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡിന് നല്ല ഹൈറ്റ് ഉണ്ട്. ഓക്കെ, നല്ല ഹൈറ്റുള്ള ബെഡാണെങ്കിൽ എന്ത് പ്രോബ്ലമാണ് ആ ഫ്ലൂയിഡൈസ് ബെഡിൽ ഒക്കർ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ആൻസർ ഈസ് സ്ലഗ്ഗിങ്. ഓക്കെ, സോ സ്ലഗ്ഗിങ് ഹാപ്പൺ ചെയ്യുന്നത് തിൻ കോളംസിലാണ്. വെൻ ദ ഡയമീറ്റർ ഈസ് വെരി സ്മോൾ ആൻഡ് യു ഹാവ് എ ലാർജ് പാക്കിംഗ്. അപ്പോൾ എന്ത് പറ്റും? അവിടെ ബബിൾസ് ഫോം ആയി കഴിഞ്ഞാൽ ബബിൾസിന് ചെറിയ വിഡ്ത്തേ ഉള്ളൂ അല്ലേ, ഡയമീറ്റർ ചെറുതായതുകൊണ്ട് ബബിൾസ് കമ്പൈൻ ചെയ്തിട്ട് അവിടെ സ്ലഗ്സ് ഫോം ചെയ്യും. ഓക്കെ, ഫ്ലൂയിഡൈസേഷൻ പാർട്ടിലാണിത്. ബബിൾസ് കമ്പൈൻ ചെയ്തിട്ട് അവിടെ സ്ലഗ്സ് ഫോം ചെയ്യും. ഇതിനെയാണ് സ്ലഗ്സ് എന്ന് പറയുന്നത്. എയർ ഗ്യാപ്പുകൾ ഉണ്ടാവും, ഗ്യാസിൻ്റെ ഗ്യാപ്പുകൾ ഉണ്ടാവും. സോ അതാണ് സ്ലഗ്ഗിങ് ആണ് ഇവിടെ നടക്കുക. എപ്പോഴാണ് നടക്കുക? ഡയമീറ്റർ ഓഫ് ദ കോളം വളരെ ചെറുതായിരിക്കണം, ബെഡിൻ്റെ ഡെപ്ത് കൂടുതലായിരിക്കണം. ഓക്കെ, സോ ചാനലിംഗ് എന്താണ്? ചാനലിംഗ് ബേസിക്കലി നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ കൂടെ ചാനൽസ് ഉണ്ടായി അതുവഴി ഫ്ലൂയിഡിൻ്റെ പാസേജിനാണ് ചാനലിംഗ് എന്ന് പറയുക. അത് പാക്ഡ് ബെഡിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ചാനലിംഗ്. ഓക്കെ, അത് ഫ്ലൂയിഡൈസ് ബെഡിലല്ല. നെക്സ്റ്റ്, എൻട്രെയിൻമെൻറ്റ്. എൻട്രെയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻട്രെയിൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം എന്ത് പറ്റുന്നു? ദ പാർട്ടിക്കൽ വിൽ ട്രാവൽ അലോങ് വിത്ത് ദ ലിക്വിഡ്. ന്യൂമാറ്റിക് ട്രാൻസ്പോർട്ട് ഉണ്ടാകുന്നു അല്ലേ, ആ സിറ്റുവേഷനെയാണ് എൻട്രെയിൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സർക്കുലേഷൻ ചുമ്മാ അവിടെ ഇട്ടേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, സ്ലഗ്ഗിങ്. ഓക്കെ, ഇവിടെ വേറൊരു ഇതിലൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബബിൾ സൈസ് എപ്പോഴാണോ ബെഡ് ഡയമീറ്ററിൻ്റെ 1/3 സൈസിലേക്ക് എത്തുന്നത്, ഓക്കെ, അതായത് ഈ ഡയമീറ്ററിൻ്റെ 1/3 സൈസിനേക്കാൾ വലിയ ബബിളുകൾ ഉണ്ടായി തുടങ്ങുമ്പോഴാണ് സ്ലഗ്ഗിങ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ പറ്റുമെങ്കിൽ അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ? ഓക്കെ, ഈ എക്സ്പ്രഷൻ്റെ അർത്ഥം എന്താണ്? -150 + 200 മെഷ് പാർട്ടിക്കൽ. -150 + 200 മെഷ് പാർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? ഓക്കെ, -150 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 150 മെഷ് കൂടെ പാസ് ചെയ്യുന്നുള്ളതാണ്. +200 എന്ന് മെൻഷൻ ചെയ്താൽ 200 അത് പാസ് ചെയ്യില്ല, 200 റീറ്റെയിൻ ആവും. ഓക്കെ, സോ ഇറ്റ് മീൻസ് പാസസ് ത്രൂ 150 ആൻഡ് ഈസ് റീറ്റെയിൻഡ് ഇൻ 200. ഓക്കെ, അതാണ് ഇതിൻ്റെ അർത്ഥം. -150 എന്ന് പറഞ്ഞാൽ 150 കൂടെ കടന്നു പോകും, മെഷ് സൈസ് 150 കൂടെ കടന്നു പോകും, 200 റീറ്റെയിൻ ചെയ്യും. ഓക്കെ, മെഷ് സൈസ് കൂടുമ്പോൾ നമ്മുടെ മെഷിൻ്റെ 1 ഇഞ്ചിലുള്ള നമ്പർ ഓഫ് അപ്പേച്ചേഴ്സ് കൂടി വരികയാണ്. അതിൻ്റെ അർത്ഥം മെഷ് സൈസ് കൂടുമ്പോൾ നമ്മുടെ പോർ സൈസ് കുറഞ്ഞു വരികയാണ്. ഓക്കെ, മെഷിൻ്റെ അകത്തുള്ള ഹോൾസിൻ്റെ സൈസ് ചെറുതായി വരികയാണ്. അപ്പോൾ 150 എന്ന് പറയുന്നത് വലിയ സൈസുള്ള ഹോൾസ് ആയിരിക്കും, 200 എന്ന് പറയുന്നത് ചെറിയ സൈസുള്ള ഹോൾസ് ആയിരിക്കും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്. ഓക്കെ, so the molar composition of a gas mixture is
10% hydrogen, 20% oxygen, 30% nitrogen, and rest water vapor. If half the water vapor is condensed, the molar composition of oxygen in the resulting gas. അപ്പോൾ ഒരു ഗ്യാസ് ഉണ്ട്, ഓക്കെ, അതിൽ 10% ഹൈഡ്രജൻ ഉണ്ട്, 20% ഓക്സിജൻ ഉണ്ട്, 30% നൈട്രജൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ശതമാനമായി? 30ഉം 60% അല്ലേ? ഇതൊക്കെ കൂടി 60%. റെസ്റ്റ് ഈസ് വാട്ടർ വേപ്പർ. അപ്പം ബാക്കി 100-ന്ന് 60 പോയാൽ 40% വാട്ടറാണ്, വാട്ടർ വേപ്പറാണ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇഫ് ഹാഫ് ഓഫ് ദ വാട്ടർ വേപ്പർ ഈസ് കണ്ടൻസ്ഡ്. അപ്പോൾ ഈ 40% വാട്ടറിൻ്റെ ഹാഫ് കണ്ടൻസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ മോളാർ കോമ്പോസിഷൻസ് ആണ്. ഓക്കെ, സോ നമുക്കൊരു ബേസിസ് എടുക്കാം, നമുക്ക് എസ്യൂം ചെയ്യാം. ഞാൻ മെറ്റീരിയൽ ബാലൻസിൽ പറഞ്ഞിരുന്ന ബേസ് എന്താണെന്ന് നമുക്ക് എസ്യൂം ചെയ്യാം. ഇവിടെ 100 മോൾസ് ഉണ്ട് എന്ന്, ടോട്ടൽ 100 മോൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 10% ഇവിടെ 10 മോൾ ഹൈഡ്രജൻ ഉണ്ട്, 20 മോൾ ഓക്സിജൻ ഉണ്ട്, 30 മോൾ നൈട്രജൻ ഉണ്ട്, 40 മോൾ വാട്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 20 മോൾ അല്ലേ, 20%. ഓക്കെ, 20 മോൾ എന്തായി? കണ്ടൻസ് ആയി, റിമൂവ് ഫ്രം ഗ്യാസ് ഫേസ്. ഓക്കെ, സോ അപ്പോൾ എന്തായി? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് -20 വരും, 80 മോൾസ് ആയി അല്ലേ? 80 മോൾസേ അവിടെ ഗ്യാസ് ഫേസിൽ ബാക്കിയുള്ളൂ. ക്വസ്റ്റ്യൻ എന്താണ്? ദ മോളാർ കോമ്പോസിഷൻ ഓഫ് ഓക്സിജൻ ഇൻ ദ റിസൾട്ടിങ് ഗ്യാസ് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ സിമ്പിൾ. മോളാർ കോമ്പോസിഷൻ എന്താണ്? പെർസെൻറ്റേജ് എക്സ് പെർസെൻറ്റേജ് ആണല്ലേ. മോൾ പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു മോൾസ് ഓഫ് വാട്ടർ ബൈ ടോട്ടൽ മോൾസ്. ടോട്ടൽ മോൾസ് ഇൻറ്റു 100 ആണ്. മോൾസ് ഓഫ് വാട്ടർ എത്രയാണ്? 20 ഇവിടെ പോയി, 40-ന്ന് 20 പോയി, ബാക്കി 20 ഡിവൈഡ് ബൈ ടോട്ടൽ മോൾസ് 100 -20 വന്നു, 80 അവിടെ ബാക്കിയുള്ളൂ, ബൈ 80 ഇൻറ്റു 100 എന്ന് വരും അല്ലേ? ഇത് 1/4 ഇൻറ്റു 100 ആണ്, ദാറ്റ് ഈസ് 25%. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 25%. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എനിക്ക് തോന്നുന്നു മോൾ ഫ്രാക്ഷൻ മാസ് ഫ്രാക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. യെസ്, a solution of sodium hydroxide is prepared by dissolving 40 gram NaOH in 90 gram water. Okay, 40 gram sodium hydroxide ഉണ്ട്, 90 gram water ഉണ്ട്. Okay, the composition of sodium hydroxide in the solution, okay, solution as mole fraction x ഉം mass fraction. Okay, mass fraction കണ്ടുപിടിക്കണം. R approximately, അപ്പോൾ mole fraction mass fraction ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡാറ്റയെ നമ്മൾ നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റണം, ശരിയല്ലേ? നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റണം. അപ്പോൾ ആദ്യം നമുക്ക് മാസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. മാസ് ഫ്രാക്ഷൻ എന്താ? മാസ് ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ വെയ്റ്റ് ഡിവൈഡഡ് ബൈ 40 + 90 എന്ന് വരും അല്ലേ? വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ വെയ്റ്റ് 40 / 90 + 40 എന്ന് വരും. ദാറ്റ് വിൽ ബി 40 divided by 130 അല്ലേ? 0 കട്ടായി. ദിസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 0.307 എന്നാണ് കിട്ടുക. ഓക്കെ, സോ ഈ എക്സാമിനേഷന് ഓൺലൈൻ എക്സാം ആയിരുന്നു, അവിടെ കാൽക്കുലേറ്റർ അവൈലബിൾ ആയിരുന്നു, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലമൊക്കെ ചോദിച്ചത്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളറായ ന്യൂമറിക്കൽസ് ആയിരിക്കും, ഡെസിമലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, സോ ഇൻഡിവിജ്വൽ വെയ്റ്റ് ബൈ ടോട്ടൽ വെയ്റ്റ് ആണ് വെയ്റ്റ് ഫ്രാക്ഷൻ. സോ ആൻസർ ഈസ് 0.307 അല്ലെ, അപ്രോക്സിമേറ്റ്ലി 0.31 ആണ്. സോ ഇവിടെ 0.31 ഉള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. എന്നാലും നമുക്ക് മൊത്തം ചെയ്തേക്കാം. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. നെക്സ്റ്റ് മോൾ ഫ്രാക്ഷൻ എന്താണ്? മോൾസ് ഓഫ് NaOH ഡിവൈഡഡ് ബൈ ടോട്ടൽ മോൾസ് അല്ലേ? ടോട്ടൽ മോൾസ്. സോ മോൾസ് ഓഫ് NaOH എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം NaOHൻ്റെ മോളിക്കുലർ വെയിറ്റ് വേണം. അപ്പോൾ Na 23 ആണ്, ഓക്സിജൻ 16, ഇൻഡിവിജ്വൽ ഓക്സിജൻ ആണ്, O2 ആണെങ്കിൽ 32 ആണ്, പ്ലസ് ഹൈഡ്രജൻ്റെ 1, ടോട്ടൽ 40 തന്നെ കിട്ടും. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മോളിക്കുലർ വെയിറ്റ് 40 തന്നെയാണ്. സോ 40 ഇവിടെയും 40. വാട്ടറിൻ്റെ മോളിക്കുലർ വെയിറ്റ് 18 നമുക്കറിയാം. സോ മോൾസ് എന്ന് പറയുന്നത് 40 ഡിവൈഡഡ് ബൈ 40 അല്ലേ? വെയിറ്റ് ബൈ മോളിക്കുലർ വെയിറ്റ് ആണ് നമ്പർ ഓഫ് മോൾസ്, ഡിവൈഡഡ് ബൈ 40/40 പ്ലസ് വാട്ടറിൻ്റെ 90/18. ഓക്കെ, സോ ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 40/40 എന്ന് പറയുന്നത് 1 മോളാണ്, ഡിവൈഡഡ് ബൈ
ഇത് 1 ആണ്. 1 പ്ലസ് 90/18 5 ആണ്. You will get 1/6, which is approximately 0.166 ആണ്. ഓക്കെ, സോ അവിടെ ഈ വാല്യൂം കിട്ടി, ഈ വാല്യൂം കിട്ടി. The answer is option D. Okay. A sample gas at 27 degrees Celsius, 1 atmosphere, occupies a volume of 5 liters. The volume occupied by the gas sample at 47 degrees Celsius is. ഓക്കെ, നമുക്ക് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ്? T1 27 degree Celsius, P1 1 atmosphere and V1 5 liters. ഓക്കെ, ചോദ്യം ചോദിച്ചിരിക്കുന്നത് the volume occupied by the same gas, okay, at 47 degrees. അപ്പോൾ T2 47 degree Celsius. ഓക്കെ, P1 സെയിം ആണ്, സെയിം ഗ്യാസ്, ആ പ്രഷർ മാറുന്നില്ല. ഓക്കെ, V2 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം PV is equal to nRT, ഐഡിയൽ ഗ്യാസ് ലോ ആണ് അല്ലേ? അല്ലെ PV/T is equal to nR. സെയിം ഗ്യാസ് ആണ്, N മാറുന്നില്ല, R ഇതൊക്കെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. റൈറ്റ്, ദേ ആർ ഓൾ കോൺസ്റ്റൻസ്. കാരണം സെയിം എമൗണ്ട് ഓഫ് ഗ്യാസ് തന്നെയാണ്. നമുക്ക് എന്ത് എഴുതാം? P1 V1/T1 is equal to P2 V2/T2. കാരണം they are all equal to a constant. Now we can substitute. P1 വാല്യൂ 1 ആണ്, V1 വാല്യൂ 5 ആണ്, ഡിവൈഡഡ് ബൈ T1 വാല്യൂ 27 അല്ല. ദിസ് ഇസ് ഡിഗ്രി സെൽഷ്യസ്. ഐഡിയൽ ഗ്യാസ് ലോയിൽ ഇടുമ്പോൾ കെൽവിൻ ആയിരിക്കണം. ഓക്കെ, സോ 27 എന്ന് പറയുന്നത് 273 പ്ലസ് 27 is equal to 300. ഇത് എത്രയായിരിക്കും? 273 പ്ലസ് 47 which is equal to 320. So divide by 300 is equal to P2 1 ആണ് into V2/320 അല്ലേ? സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. V2 is equal to 5 into 320 divided by 300 എന്ന് കിട്ടും. ശരിയല്ലേ? ഇത് വെട്ടിപ്പോവും, ഇവിടെ 6 വരും. Once you do the math, you will get the answer as എത്ര കിട്ടും? 30ൽ 5.3 എന്ന് കിട്ടും. ഓക്കെ, 5.3 liters. This is the answer. Okay, so the answer is option C. Okay. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഐഡിയൽ ഗ്യാസ് ലോ ബേസിസിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ സാമ്പിൾ ഓഫ് ഗ്യാസ് മിക്സ്ചർ ഹാസ് 20% ഓക്സിജൻ ആൻഡ് 80% നൈട്രജൻ ഓൺ വോളിയം ബേസിസ്. ഓക്കെ, സോ ദ വെയ്റ്റ് പെർസെൻറ്റേജ് ഓക്സിജൻ ഇൻ ദ ഗ്യാസ് മിക്സ്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ 20% ബൈ വോളിയം ആണ്. ബൈ വോളിയം എന്താണുള്ളത്? ഓക്സിജൻ ഉണ്ട്, അതേപോലെ 80% ബൈ വോളിയം നൈട്രജൻ ഉണ്ട്. അപ്പോൾ ഗ്യാസിനെ സംബന്ധിക്കുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നു വോളിയം ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു പ്രഷർ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ. ഓക്കെ, വോളിയം പെർസെൻറ്റേജും മോൾ ഫ്രാക്ഷൻ ഈക്വലൻ്റ് ആണ്, പ്രഷർ ഫ്രാക്ഷനും മോൾസിന് ഈക്വൽ ആണ്. സോ ഇത് മോൾ പെർസെൻറ്റേജ് തന്നെയാണ്. ഓക്കെ, സോ യു ക്യാൻ കൺസിഡർ ദിസ് ആസ് മോൾ പെർസെൻറ്റേജ് ഇറ്റ് സെൽഫ്. നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വെയ്റ്റ് പെർസെൻറ്റേജ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ അതിന് ആദ്യം ഒരു ബേസിസ് എടുക്കണം. നമ്മൾ അസ്യൂം ചെയ്യുന്നു 100 മോൾസ് ഓഫ് ഗ്യാസ് മിക്സ്ചർ. 100 മോൾസ് ഓഫ് ഗ്യാസ് മിക്സ്ചർ നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 20 മോൾസ് ഓക്സിജനും 80 മോൾസ് നൈട്രജനും. ഇനി നമുക്കിതിനെ വെയ്റ്റിലേക്ക് മാറ്റാം. സോ വെയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ഓക്സിജൻ ബൈ ടോട്ടൽ വെയ്റ്റ് ഇൻറ്റു 100 അല്ലേ? അപ്പോൾ എന്തായിരിക്കും? സോ വെയ്റ്റ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ വെയ്റ്റ്. സോ എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് ഈസ് 20 ഇൻറ്റു മോളിക്കുലർ വെയ്റ്റ് ഓഫ് ഓക്സിജൻ ഈസ് 32 ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ് ഈസ് 20 ഇൻറ്റു 32 പ്ലസ് 80 ഇൻറ്റു 28 അല്ലേ? നൈട്രജൻ 80 മോൾസ് ആണുള്ളത്. If you do this into 100 ഉണ്ട്. So if you do this, what will you get? You will get 640 divided by 640 plus 2240 into 100 എന്ന് കിട്ടും. And on solving, this will be 22.22%. Okay. So option B ആണ് answer. Okay.
സോ ഈ എക്സാമിന് കാൽക്കുലേറ്റർ ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് അവൈലബിൾ ആയിരുന്നു. മേ ബി ദാറ്റ്സ് വൈ കുറച്ചും കൂടി ന്യൂമറിക്കൽ സൈഡ് ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, തെറ്റായതാണ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ടോട്ടൽ പ്രഷർ ആൻഡ് ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. ശരിയാണ് അല്ലേ? ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ചെയ്താൽ നമുക്ക് പാർഷ്യൽ പ്രഷർ കിട്ടും. ഓക്കെ, ശരിയാണ്. അക്കോർഡിംഗ് ടു ഡാൽട്ടൺസ് ലോ, ദ ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ഗ്യാസ് മിക്സ്ചർ ഈസ് ദ സം ഓഫ് പാർഷ്യൽ പ്രഷർസ് ഓഫ് ഇൻഡിവിജ്വൽ കോമ്പണൻസ് ഓഫ് ദ ഗ്യാസ്. അതും കറക്റ്റാണ്. ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഡാൽട്ടൺസ് ലോ പ്രകാരം ഇൻഡിവിജ്വൽ കോമ്പൗണ്ട്സിൻ്റെ പാർഷ്യൽ പ്രഷറിൻ്റെ സമ്മാണ്. ഓപ്ഷൻ സി എന്താ? ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ assumes that individual component gases obey ideal gas law. ശരിയാണ്. ഡാൽട്ടൺസ് ലോൻ്റെ ഒരു അസംഷനാണ് ഗ്യാസസ് ഐഡിയൽ ലോ ഒബേ ചെയ്യുന്നു എന്നുള്ളത്. നെക്സ്റ്റ്, ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ഈസ് അപ്ലിക്കബിൾ ടു ഗ്യാസ് മിക്സ്ചേഴ്സ് ഹൂസ് ഇൻഡിവിജ്വൽ കോമ്പണൻസ് ഒബേ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. സോ ഇങ്ങനെ ഈ ഓപ്ഷനാണ് തെറ്റ്. ഓക്കെ, സോ അങ്ങനെ ഒരു കണ്ടീഷൻ എവിടെയും ഇല്ല. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദിസ് ഈസ് ദ false statement and it is the correct answer. Okay, next question, Fick's law. മാസ്റ്റർ ആൻസറിൽ നിന്നാണ്. The Fick's first law of diffusion is, ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്, ഏതാണ് എന്ന്. ഓക്കെ, സോ Fick's law of diffusion നമുക്കറിയാം, JA is equal to മൈനസ് DAB DCA by DZ ആണ് അല്ലേ? അപ്പം J എന്താ? ഫ്ലക്സ് ആണ്, മോളാർ ഫ്ലക്സ് അല്ലേ? J is the diffusive flux in mole per meter square second ആണ് യൂണിറ്റ്. DAB is diffusivity, യൂണിറ്റ് is meter square per second. സോ ഓപ്ഷൻ ഏതാന്ന് നോക്കുക. ചില കേസിൽ മൈനസ് സൈൻ ഇടാണ്ടൊക്കെ വരും. ഓക്കെ, ഇവിടെ ഒരു സി എക്സ്ട്രാ ഇട്ടുണ്ട്, ഇതല്ല. ദിസ് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, മൈനസ് സൈന് എപ്പോഴും ശ്രദ്ധിക്കണം. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ നമുക്ക് അറിയാം. അതിന് അനലോഗസ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കണം, വാട്ട് ഈസ് ദ അനലോഗസ് ലോ ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുറിയേഴ്സ് ലോ ഓഫ് കണ്ടക്ഷൻ ആണ്. ഇൻ മൊമെൻറ്റം ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഡിഫ്യൂസിവിറ്റിക്ക് അനലോഗസ് ആണ് തെർമൽ കണ്ടക്ടിവിറ്റി. അതേപോലെ ഡിഫ്യൂസിവിറ്റിക്ക് അനലോഗസ് ആണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. ഓക്കെ, കൈനമാറ്റിക് വിസ്കോസിറ്റി. അത് ഒക്കെ സെയിം യൂണിറ്റ്സുമാണ്, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ യൂണിറ്റ്സും. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റിക്കും കൈനമാറ്റിക് വിസ്കോസിറ്റിക്കും ഒക്കെ. ഒരു ചോദ്യം ഉണ്ടെന്ന് വിചാരിച്ചോളൂ, ഡിഫ്യൂസിവിറ്റി ഹാസ് ദ സെയിം യൂണിറ്റ് ആസ്. അപ്പം അവിടെ ഓപ്ഷൻസിൽ ഉണ്ടാവാം തെർമൽ കണ്ടക്ടിവിറ്റി ഒക്കെ കൈനമാറ്റിക് വിസ്കോസിറ്റി ഉണ്ടാവാം, അങ്ങനെയും ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ റിഫ്ലക്സ് കണ്ടീഷൻ യൂസ്ഡ് ഇൻ ഡിസ്റ്റിലേഷൻ കോളം ലീഡ്സ് ടു. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ റിഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റിലേഷൻ കോളത്തിൽ ഫീഡ് ഉണ്ട്, മുകളിലേക്ക് വേപ്പേഴ്സ് റൈസ് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞ് അവിടെ ഒരു കണ്ടൻസർ ഉണ്ട്, അതിൽ നിന്ന് ഒരു പോർഷൻ നമ്മൾ ഡിസ്റ്റിലേറ്റ് പുറത്തെടുക്കുന്നു, ബാക്കി നമ്മൾ തിരിച്ചകത്തേക്ക് കൊടുക്കുന്നു അല്ലേ? തിരിച്ചകത്തേക്ക് കൊടുക്കുന്നു, അത് താഴോട്ടേക്ക് വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലേ? സോ അതിനെയാണ് നമ്മൾ റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ റിഫ്ലക്സ് കണ്ടീഷൻ, അതായത് ടോട്ടൽ റിഫ്ലക്സ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മുകളിൽ വരുന്ന വേപ്പേഴ്സിനെ ഇവിടെ കണ്ടൻസ് ചെയ്തിട്ട് മൊത്തം നമ്മൾ അകത്തേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ D is equal to 0 ആണ് ആവുക. ഓക്കെ, നമ്മളൊന്നും പുറത്തേക്ക് എടുക്കുന്നില്ല, മൊത്തവും നമ്മൾ കണ്ടൻസ് ചെയ്ത് തിരിച്ച് താഴത്തേക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഏത് ഓപ്ഷനാണ് കറക്റ്റ്? അതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേജസ് ആണ്. അല്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേജസ് വരുന്ന കേസ് മിനിമം റിഫ്ലക്സ് ആണ്. ഓക്കെ, മിനിമം റിഫ്ലക്സിലാണ് എന്ത്? ലോവസ്റ്റ് വാല്യൂ ഓഫ് റിഫ്ലക്സ് അറ്റ് വിച്ച് സെപ്പറേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ഈവൺ വിത്ത് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേജസ്. മിനിമം റിഫ്ലക്സ് കണ്ടീഷനിലാണ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേജസ് വരുന്നത്. ഇവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേജസ് അല്ല. നെക്സ്റ്റ് എന്താണ്? മിനിമം കണ്ടൻസർ ഹീറ്റ് ഡ്യൂട്ടി. നെക്സ്റ്റ് ഈസ് മിനിമം നമ്പർ ഓഫ് സ്റ്റേജസ്. ഇപ്പോൾ ബോത്ത് ബി ആൻഡ് സി ആണ് വരുന്നത്. ഓക്കെ, അപ്പം മിനിമം റിഫ്ലക്സിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലേറ്റ്സ് ആണ്, ടോട്ടൽ റിഫ്ലക്സ് അല്ലെ മാക്സിമം റിഫ്ലക്സിൽ മിനിമം നമ്പർ ഓഫ് സ്റ്റേജസ് ആണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ മിനിമം കണ്ടൻസർ ഹീറ്റ് ഡ്യൂട്ടി കണ്ടീഷനും സെയിം ആണ്. ദ ആൻസർ ഈസ് ബോത്ത് ബി ആൻഡ് സി. ഓക്കെ,
So total reflux is the operating condition where vapor and liquid are passing each other in the column but no product is removed. Distillate remove ചെയ്യാത്ത കേസാണ്. And D is equal to 0. So R is equal to L by D അല്ലേ? Reflux ratio L by D ആണ്. ഈ D 0 ആയി കഴിഞ്ഞാൽ എന്താവും? This will tend to infinity. അപ്പോൾ reflux ratio ഇൻഫിനിറ്റി ആവുന്നതും എപ്പോഴാണ്? അറ്റ് ടോട്ടൽ റിഫ്ലക്സ് ആണ്. ഡി ഡിസ്റ്റിലേറ്റ് ഈക്വൽ 0 ആവുന്നതും ടോട്ടൽ റിഫ്ലക്സ് ആണ്. ഓക്കെ, സോ എങ്ങനെ വേണേൽ ചോദിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ ടു അച്ചീവ് എ സെപ്പറേഷൻ അറ്റ് എനി റിഫ്ലക്സ് റേഷ്യോ അബോവ് ദ മിനിമം റിഫ്ലക്സ് റേഷ്യോ. മിനിമം റിഫ്ലക്സ് റേഷ്യോയുടെ മേലെ ഏത് റിഫ്ലക്സ് റേഷ്യോ എടുത്താലും നമുക്ക് സെപ്പറേഷൻ അച്ചീവ് ചെയ്യാം. ഓക്കെ, ആസ് ദ റിഫ്ലക്സ് റേഷ്യോ ഇൻക്രീസസ്, ഈ മിനിമം വാല്യൂവിൽ നിന്ന് റിഫ്ലക്സ് റേഷ്യോ എത്ര കൂടുന്നോ അത്രയും നമ്പർ ഓഫ് തിയററ്റിക്കൽ സ്റ്റേജസ് അല്ലെ പ്ലേറ്റ്സ് കുറഞ്ഞ് വരും. ഓക്കെ, അത് എന്നിട്ട് ടോട്ടൽ റിഫ്ലക്സിലെത്തുമ്പോൾ മിനിമം നമ്പറിലെത്തും. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എക്സ്ട്രാക്റ്റീവ് ഡിസ്റ്റിലേഷൻ ദ സോൾവെൻറ്റ് ആഡഡ്. എക്സ്ട്രാക്റ്റീവ് ഡിസ്റ്റിലേഷനിൽ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യും, ഒരു സോൾവെൻ്റ് ആഡ് ചെയ്യും. ഓക്കെ, എസിയോട്രോപിക് ഡിസ്റ്റിലേഷനിലാണ് എക്സ്ട്രാക്റ്റീവ് ഡിസ്റ്റിലേഷൻ വരുന്നത്. ഓക്കെ, സോ നമ്മൾ ആഡ് ചെയ്ത സോൾവെൻറ്റിനെ പറ്റിയാണ് ചോദ്യം. എന്തൊക്കെയാണ്? ഓൾട്ടർ ദ റിലേറ്റീവ് വോളറ്റിലിറ്റി ഓഫ് ദ മിക്സ്ചർ, അല്ലെങ്കിൽ ഈസ് പ്രസൻറ്റ് ഇൻ ദ ഓവർ ഹെഡ് സ്ട്രീം, ഈസ് ഓഫ് ഹൈ വോളറ്റിലിറ്റി, ഓൾ ഓഫ് ദ അബോവ്. ഏതാണ് ശരിയെന്നാണ് ചോദ്യം. ഓക്കെ, സോ എക്സ്ട്രാക്റ്റീവ് ഡിസ്റ്റിലേഷനിൽ നമ്മൾ എസിയോട്രോപിക് ഡിസ്റ്റിലേഷനിൽ പഠിച്ചതാണ്. ഓക്കെ, നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പറ്റാത്ത കേസുകളിൽ നമ്മൾ ഒരു തേർഡ് ആയിട്ടുള്ള ഒരു ഏജൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എക്സ്ട്രാക്റ്റീവ് ഡിസ്റ്റിലേഷനിലും പിന്നെ എസിയോട്രോപിക് ഡിസ്റ്റിലേഷനിലും. ഓക്കെ, സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ദ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്റ്റീവ് ഡിസ്റ്റിലേഷൻ യൂസസ് എ സെപ്പറേഷൻ സോൾവെൻറ്റ് വിച്ച് ഈസ് ജനറലി നോൺ വോളറ്റൈൽ. ഓക്കെ, അപ്പം നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സോൾവെൻ്റാണ് എക്സ്ട്രാക്റ്റീവ് ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഈസ് ഹൈലി വോളറ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ സി തെറ്റാണ്. ഓക്കെ, ഓപ്ഷൻ സി അല്ല. ഫൈൻ. ഹാസ് എ ഹൈ ബോയിലിംഗ് പോയിന്റ്, ഈസ് മിസിബിൾ വിത്ത് ദ മിക്സ്ചർ ബട്ട് ഡസൻ ഫോം ആൻ എസിയോട്രോപിക് മിക്സ്ചർ. ഓക്കെ, എസിയോട്രോപിക് മിക്സ്ചറും ഒന്നും ഫോം ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ദ സോൾവെൻറ്റ് ഇൻട്രാക്ട്സ് ഡിഫറൻ്റ്ലി വിത്ത് ദ കോമ്പണൻസ് ഓഫ് ദ മിക്സ്ചർ thereby causing their relative volatilities to change. Okay, അപ്പം എന്താണ്? alter relative volatility of the mixture. അത് correct ആണ്. Okay, so the option is option A. Okay, all of the above വരില്ല, കാരണം is highly volatile തെറ്റാണ്. Okay, the original component with the greatest volatility separates out as the top product. The bottom product consists of a mixture of the solvent and the other component. അപ്പം എക്സ്ട്രാക്റ്റീവ് ഡിസ്റ്റിലേഷനിൽ നമ്മുടെ യൂസ് ചെയ്തിരിക്കുന്ന സോൾവെൻറ്റ് ടോപ്പ് പ്രൊഡക്റ്റിലല്ല ഉണ്ടാവുക, ഓവർ ഹെഡിലല്ല വരിക, താഴെയാണ് വരിക കേട്ടോ, ബോട്ടം പ്രൊഡക്റ്റിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഈ ഓപ്ഷൻ തെറ്റ് തന്നെയാണ്. ഓവർ ഹെഡിലല്ല വരിക, ബോട്ടത്തിലാണ് വരിക. ഓക്കെ, solvent must alter the relative volatility by a wide enough margin for a successful separation. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ്, റൗൾസ് ലോ ഹെൻറീസ് ലോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൗൾസ് ലോ ആൻഡ് ഹെൻറീസ് ലോ ആർ യൂസ്ഡ് ടു ഗെറ്റ് ഇക്വിലിബ്രിയം ഡാറ്റ ഫോർ. ഓക്കെ, ഏത് കണ്ടീഷനിലാണ് റൗൾസ് ലോവും ഹെൻറീസ് ലോവും യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം റൗൾസ് ലോ ഈസ് അപ്ലിക്കബിൾ ഫോർ ഐഡിയൽ സൊല്യൂഷൻസ് അല്ലേ. റൗൾസ് ലോ പറയുമ്പോൾ തന്നെ നമ്മൾ പറയും ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിലാണ്. അപ്പം റോൾസ് ലോ ഐഡിയൽ സൊല്യൂഷൻ ഇവിടെ നമുക്ക് കിട്ടി. ഐഡിയൽ സൊല്യൂഷൻ ഓപ്ഷൻ സി ആണ്. എന്നാലും നമുക്ക് ഹെൻറീസ് ലോ വെച്ചിട്ടും കൂടി ഒന്ന് കൺഫേം ചെയ്യാം. ഹെൻറീസ് ലോ ഈസ് ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻസ്, ഡൈല്യൂട്ട് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. അപ്പോൾ ഇതാണ് ആൻസർ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഇവിടെ ബോത്ത് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ. റൗൾസ് ലോ ഐഡിയൽ സൊല്യൂഷൻ ആണ്, ഹെൻറീസ് ലോ ഡൈല്യൂട്ട് നോൺ ഐഡിയൽ സൊല്യൂഷൻസിനും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഐഡിയൽ സൊല്യൂഷൻ അപ്ലൈ ചെയ്യാം, നോൺ ഐഡിയലിനും അപ്ലൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, ഇൻ ആൻ എയർ വാട്ടർ വേപ്പർ മിക്സ്ചർ ഇഫ് PS അതായത് പെർസെൻറ്റേജ് സാച്ചുറേഷൻ ആൻഡ് RS റിലേറ്റീവ് സാച്ചുറേഷൻ represent percentage saturation and relative saturation respectively, which of the following is correct? ഏതാണ് ശരി? ഓക്കെ, ഇത് പല പ്രാവശ്യം ചോദിച്ചു കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പെർസെൻറ്റേജ് സാച്ചുറേഷനും റിലേറ്റീവ് സാച്ചുറേഷനിലും എന്താണ് റിലേഷൻ തന്നിരിക്കുകയാണ്, പല റിലേഷൻസ് ഉണ്ട്, ഏതാണ് ശരി? ഇതിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ആൻഡ് റിലേറ്റീവ് സാച്ചുറേഷൻ ആർ നോട്ട് റിലേറ്റഡ്,
PS is percentage saturation is greater than relative saturation, percentage saturation is equal to relative saturation, percentage saturation is less than relative saturation. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ബേസിക്കലി ഈ ഡിഫറൻസ് വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമുക്കറിയാം റിലേറ്റീവ് ആദ്യം പെർസെൻറ്റേജ് സാച്ചുറേഷൻ എന്താണ്? Y/YS ആണ്. ഓക്കെ, ഹ്യൂമിഡിറ്റി, മോളാർ ഹ്യൂമിഡിറ്റി അല്ലെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഡിവൈഡഡ് ബൈ ഹ്യൂമിഡിറ്റി അറ്റ് സാച്ചുറേഷൻ അല്ലെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അറ്റ് സാച്ചുറേഷൻ ഇൻറ്റു 100 ആണ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെർസെൻറ്റേജ് സാച്ചുറേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് ഹ്യൂമിഡിറ്റിയുടെ റേഷ്യോ ആണ്. ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പം കിലോഗ്രാംസ് ഓഫ് വാട്ടർ ബൈ കിലോഗ്രാംസ് ഓഫ് ഡ്രൈ എയർ. ഓക്കെ, ആ ടേമിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി റിലേറ്റീവ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ റേഷ്യോ ആണ്. എന്തിൻ്റെ? കറണ്ട് പാർഷ്യൽ പ്രഷർ ഡിവൈഡഡ് ബൈ ആ ടെമ്പറേച്ചറിൽ ഉണ്ടാവേണ്ട വേപ്പർ പ്രഷറിൻ്റെ റേഷ്യോ. PA ബൈ പ്രഷർ അറ്റ് സാച്ചുറേഷൻ അല്ലെ വേപ്പർ പ്രഷറിൻ്റെ റേഷ്യോ ഇൻറ്റു 100 ആണ്. ഓക്കെ, സോ അവിടെ അത് നമ്മൾ ചെയ്യുമ്പോൾ രണ്ടും ഉദ്ദേശിക്കുന്നത് ഒരു ഹ്യൂമിഡിറ്റിയുടെ മെഷർ ആണെങ്കിലും അവിടെ ന്യൂമറിക്കലി ഒരു ഡിഫറൻസ് വരും ആ പെർസെൻറ്റേജിൽ. ഒരു ചില സ്ഥലത്തൊക്കെ ഞാൻ വായിച്ചത് അറ്റ്ലീസ്റ്റ് 2% ചെറിയൊരു ന്യൂമറിക്കൽ ഡിഫറൻസ് ഒക്കെ വരുമെന്നാണ്. ഓക്കെ, സോ ദിസ് ഡിഫറൻസ് ഹാപ്പൺസ്. ഓക്കെ, ആൻഡ് ആ കേസിൽ എപ്പോഴും നമ്മുടെ PS RSനേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ RS റിലേറ്റീവ് സാച്ചുറേഷൻ ആയിരിക്കും വലുത്. ഓക്കെ, സോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് എ given air water system at a given dry bulb temperature is greater than the percentage humidity. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക, ഇത് ചില കേസിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ RS is relative saturation is greater than percentage saturation അല്ലേ? എങ്ങനെ പറയാം? percentage saturation is less than relative saturation. ഇതാണ് റിലേഷൻ. എങ്ങനെ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, സോ ഗ്രേറ്റർ ആയത് റിലേറ്റീവ് സാച്ചുറേഷൻ ആണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് ഗ്രേറ്റർ. ഓക്കെ, സോ ഇത് രണ്ടും, ഇനി ഇതിൽ വേറൊരു കേസ്, രണ്ടും ഈക്വൽ ആവും. എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? ഇറ്റ് ഈസ് അറ്റ് സാച്ചുറേഷൻ അല്ലെ അറ്റ് ഡ്യൂ പോയിന്റ്. ഓക്കെ, അങ്ങനെയും ചോദിക്കാം. അറ്റ് ഡ്യൂ പോയിന്റ് വാട്ട് ഈസ് ദ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ C എടുക്കും. ബോത്ത് ആർ ഈക്വൽ അറ്റ് 100% സാച്ചുറേഷൻ അല്ലെ അറ്റ് സാച്ചുറേഷൻ ആണെങ്കിലും ബോത്ത് ആർ ഈക്വൽ. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 100% ആയിരിക്കും. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിസൈറബിൾ പ്രോപ്പർട്ടി ഫോർ എ ഗുഡ് ലീച്ചിങ് സോൾവെൻറ്റ്? എന്തൊക്കെയാണ്? ഓക്കെ, ഹൈ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വോളറ്റൈലായി പോകും നമ്മുടെ സോൾവെൻറ്റ്. ഓക്കെ, പെട്ടെന്ന് ആവിയായി പോകും. ആൽക്കഹോളോ എസിറ്റോണൊക്കെ പോലെ. അത് ഡിസൈറബിൾ അല്ല. ഓക്കെ, ബാക്കി നോക്കിയാൽ ലോ ഡെൻസിറ്റി ഡിസൈറബിൾ ആണ്, ലോ വെസ്കോസിറ്റി ഡിസൈറബിൾ ആണ്, ഹൈ സൊല്യൂബിലിറ്റി ഓഫ് സൊല്യൂട്ട് വളരെ ഡിസൈറബിൾ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ A, ഹൈ വേപ്പർ പ്രഷർ ഡിസൈറബിൾ അല്ല. അപ്പോൾ സോൾവെൻറ്റ് പെട്ടെന്ന് ആവിയായി പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കൂളിംഗ് ടവർ പ്രിഫേർഡ് ഇൻ അപ്ലിക്കേഷൻസ് വിത്ത് ലാർജ് കൂളിംഗ് ഡ്യൂട്ടീസ് ഈസ്? ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ദ കൂളിംഗ് ടവർ പ്രിഫേർഡ് ഇൻ അപ്ലിക്കേഷൻ വിത്ത് ലാർജ് കൂളിംഗ് ഡ്യൂട്ടീസ് ഏതാണ്? ഇതിൻ്റെ ആൻസർ നാച്ചുറൽ ഡ്രാഫ്റ്റ് ടവറാണ്. ഓക്കെ, സോ നാച്ചുറൽ ഡ്രാഫ്റ്റ് ടവറിന് ലാർജ് കൂളിംഗ് ഡ്യൂട്ടീസിൽ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൺസ്ട്രക്ഷനും സിമ്പിളാണ്. വലിയ ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻ ചെയ്യാം, അതിനധികം മൂവിങ് പാർട്സിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നാച്ചുറൽ ഡ്രാഫ്റ്റ് ടവറിന് ലാർജ് കൂളിംഗ് ഡ്യൂട്ടീസിൽ ഉപയോഗിക്കുന്നത്. സോ നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ എന്ന് പറയുന്നത് ബേസിക്കലി എ ലാർജ് റീഎൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഷെൽ ഓഫ് ഹൈപ്പർബോളിക് ഷേപ്പ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഹൈപ്പർബോളിക് ടവർ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഡ്രൈയിങ്ങിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നതാണ്. ഓക്കെ, ദ റേറ്റ് കൺട്രോളിംഗ് മെക്കാനിസം ഡ്യൂറിങ് കോൺസ്റ്റൻറ്റ് റേറ്റ് പീരീഡ് ഇൻ എ ഡ്രൈയിങ് ഓഫ് എ മെറ്റീരിയൽ. ഓക്കെ, എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഏതാണ് റേറ്റ് കൺട്രോളിംഗ് മെക്കാനിസം ഡ്യൂറിങ് കോൺസ്റ്റൻറ്റ് റേറ്റ് പീരീഡ്? ഇത് ഞാൻ അന്നേരം പറഞ്ഞിരുന്നു. കോൺസ്റ്റൻറ്റ് റേറ്റ് പീരീഡ് എന്ന് പറയുന്നത് ഈ കർവ് ഫ്ലാറ്റ് ആവുന്ന ഈ സമയമാണ്. ഓക്കെ, റേറ്റ് വേഴ്സസ് മോയ്സ്ചറിൽ. ഓക്കെ, സോ ആ സമയത്ത് റേറ്റ് കൺട്രോളിംഗ് സ്റ്റെപ്പ് എന്താണ്? എക്സ്റ്റേണൽ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ആണ് റേറ്റ് കൺട്രോളിംഗ് ആവുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ. ആൻസർ എന്താണ്? എക്സ്റ്റേണൽ മാസ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ മെറ്റീരിയൽ സർഫസ് ആൻഡ് ദ ബൾക്കാണ് ഇമ്പോർട്ടൻറ്റ്. അവിടെ റേറ്റ് കൺട്രോളിംഗ് അല്ലെങ്കിൽ സ്ലോ സ്റ്റെപ്പ്. ഓക്കെ, നേരെ മറിച്ച് ഫോളിംഗ് റേറ്റ് പീരീഡിലാണെങ്കിൽ റേറ്റ് കൺട്രോളിംഗ് സ്റ്റെപ്പ് ഇൻറ്റേർണൽ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ആണ് റേറ്റ് കൺട്രോളിംഗ്. ഇൻറ്റേർണൽ എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ആ ഡ്രൈ ചെയ്യുന്ന ഇതിൻ്റെ അകത്ത്. ഓക്കെ,
അപ്പം എക്സ്റ്റേണൽ ഹീറ്റ് കൺട്രോൾ ഈ സർഫസിൽ നിന്ന് എയറിലേക്കുള്ള ആംബിയൻറ്റിലേക്കുള്ള ഇത് ആണ്. അതേപോലെ ഇൻറ്റേർണൽ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അതാണ് ഡിഫറൻസ്. സോ കോൺസ്റ്റന്റ് റേറ്റ് പീരീഡിൽ എക്സ്റ്റേണൽ മാസ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ മെറ്റീരിയൽ സർഫസ് ആൻഡ് ബൾക്ക് ഗ്യാസ് ആണ് റേറ്റ് കൺട്രോളിങ്. നേരെ മറിച്ച് ഫോളിംഗ് റേറ്റ് പീരീഡിലാണെങ്കിൽ ഇൻറ്റേർണൽ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ആണ് റേറ്റ് കൺട്രോളിങ് ആവുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ. അണ്ടർ കോൺസ്റ്റന്റ് ഡ്രൈയിങ് കണ്ടീഷൻസ് when drying takes place from all surfaces during constant rate period, the rate of drying is. So under constant drying conditions, when drying takes place from all surfaces during constant rate period, the rate of drying is. Adana question. Okay, so സർഫസിൽ നിന്ന് കോൺസ്റ്റന്റ് ഡ്രൈയിങ് കണ്ടീഷനിൽ കോൺസ്റ്റന്റ് ഡ്രൈയിങ് റേറ്റ് പീരീഡ് വരുന്നതാണ്. ഓക്കെ, കോൺസ്റ്റന്റ് ഡ്രൈയിങ് റേറ്റ് നടക്കുന്ന ഈ കണ്ടീഷനിൽ എന്തിൻ്റെ മുകളിലാണ് ഡ്രൈയിങ് റേറ്റിൻ്റെ ഇത് ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോളിഡ് തിക്നെസ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് സോളിഡ് തിക്നെസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സോളിഡ് തിക്നെസ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സോളിഡ് തിക്നെസ്. അപ്പം ഇതിൻ്റെ ആൻസർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് സോളിഡ് തിക്നെസ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈയിങ് റേറ്റ് കോൺസ്റ്റന്റ് റേറ്റ് പീരീഡ് സമയത്ത് നമ്മുടെ പാർട്ടിക്കലിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെ ഗ്രെയിന് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ദർ ഇസ് എ കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് മോയ്സ്ചർ ടു ദ സർഫസ്. അപ്പോൾ അവിടെ റേറ്റ് കൺട്രോളിങ് ആയ സ്റ്റെപ്പ് എന്താണ്? റേറ്റ് കൺട്രോളിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സർഫസിൽ നിന്നും ബൾക്കിലേക്കുള്ള ഇവാപ്രേഷനാണ്. ഓക്കെ, സർഫസിൽ നിന്ന് ബൾക്കിലേക്കുള്ള ഇവാപ്രേഷനാണ്. അപ്പോൾ അവിടെ തിക്നെസ് ഓഫ് മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, തിക്നെസ് ഓഫ് മെറ്റീരിയൽ ആ ടൈമിൽ ഇമ്പോർട്ടൻ്റ് അല്ല. നേരെ മറിച്ച് ഫോളിംഗ് റേറ്റ് പീരീഡിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സോളിഡ് തിക്നെസ് എന്ന് പറയാം. ഓക്കെ, കാരണം അകത്തുനിന്ന് ആ സമയത്ത് ഇൻറ്റേർണൽ മാസ് ട്രാൻസ്ഫർ ആണ് റേറ്റ് കൺട്രോളിങ് ആവുന്നത്. അപ്പോൾ ഈ തിക്നെസ് ഇമ്പോർട്ടൻ്റ് ആണ്. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകി വരാനുള്ള മോയ്സ്ചർ ട്രാവൽ ചെയ്യാനുള്ള ഒരു റെസിസ്റ്റൻസ് എന്താണ്? തിക്നെസ് തന്നെയാണ്. ഓക്കെ, സോ അപ്പം നമുക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സോളിഡ് തിക്നെസ് എന്ന് പറയാം. ഇവിടെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്. അറ്റ് കോൺസ്റ്റന്റ് റേറ്റ് പീരീഡിൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് സോളിഡ് തിക്നെസ്. നെക്സ്റ്റ്, when a bare thermocouple is covered by a protective sheath, the response becomes. Okay, ഷീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി തെർമോകപ്പിളിലെ മെറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിറാമിക് കോട്ടിങ്സ് ഒക്കെയാണ്. ഓക്കെ, സോ ആ കോട്ടിങ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ഒന്ന് പഠിച്ചേക്കുക. എന്തായാലും കോട്ടിങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോട്ടിങ് യൂസ് ചെയ്താലും റെസ്പോൺസ് സ്ലോവർ ആവും. ഓക്കെ, the response will become slower and non-oscillatory. Okay, the response will become slower and non-oscillatory ആണ് അതിൻ്റെ ആൻസർ. Okay, next, if the atmospheric temperature increases at a constant absolute humidity, the relative humidity would. ഓക്കെ, ചോദ്യം വളരെ സിമ്പിളാണ്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ് അറ്റ് കോൺസ്റ്റൻറ്റ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്താണ്? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി മാസ് ഓഫ് വാട്ടർ ബൈ മാസ് ഓഫ് ഡ്രൈ എയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലൊരു എയർ സാമ്പിൾ ഉണ്ട്, അതിൻ്റെ അകത്തൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ട്. ഓക്കെ, അവിടെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണ്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് പറ്റും? റിലേറ്റീവ് ഹ്യൂമിഡിറ്റിക്ക് എന്ത് പറ്റും എന്നാണ് ചോദ്യം. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്താണ്? PA/PAS ആണ്, അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ബൈ പ്രഷർ അറ്റ് സാച്ചുറേഷൻ അല്ലെ വേപ്പർ പ്രഷറാണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കറിയാം എന്ത് കൂടും? വേപ്പർ പ്രഷർ കൂടും അല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ വേപ്പർ പ്രഷർ കൂടും. ഇവിടെയുള്ള PAS കൂടും. PAക്ക് എന്ത് പറ്റുന്നു? PA കോൺസ്റ്റൻ്റ് ആണ്. ഓൾറെഡി ഇപ്പോൾ ഉള്ള വെള്ളത്തിൻ്റെ പാർഷ്യൽ പ്രഷർ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഡിനോമിനേറ്റർ കൂടും അല്ലേ? അപ്പോൾ എന്ത് പറ്റും? റിലേറ്റീവ് സാച്ചുറേഷൻ കുറയും. ദ ആൻസർ ഈസ് B. ഓക്കെ, റിലേറ്റീവ് സാച്ചുറേഷൻ കുറയും. അപ്പോൾ ഒരു എയർ സാമ്പിൾ എടുത്ത് അതിനെ ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ സാച്ചുറേഷൻ കുറയും. ഓക്കെ, എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി കുറയില്ല. കാരണം എന്തുകൊണ്ടാ? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ എയറിലെ വെയിറ്റ്, അത് മാറാൻ പോകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ പ്രഷർ ഗേജ് ഈസ്. ഓക്കെ, സോ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പ്രഷർ ഗേജ് ഏതാണെന്നാണ്? സീബക്ക് എഫക്റ്റ് അല്ല. ഓക്കെ, ഹുക്സ് ലോ, യെസ് ഹുക്സ് ലോ ആണ്. ഹുക്സ് ലോ ഓഫ് എലാസ്റ്റിസിറ്റി ആണ് പ്രഷർ ഗേജ്, അധിക പ്രഷർ ഗേജുകളും വർക്ക് ചെയ്യുന്നതിൻ്റെ കാരണം. ഓക്കെ, സീബക്ക് എഫക്റ്റ് അല്ല, പെൽറ്റിയർ എഫക്റ്റും അല്ല. ഇത് രണ്ടും നമ്മൾ തെർമോകപ്പിളിൻ്റെ കേസിലാണ് സീബക്ക് എഫക്റ്റും പെൽറ്റിയർ എഫക്റ്റൊക്കെ പറഞ്ഞത്. ഹുക്സ് ലോ ആണ്, നൺ ഓഫ് ദീസും അല്ല. ഓക്കെ, സോ വാട്ട് ഈസ് ഹുക്സ് ലോ? സോ
സോ ഹുക്സ് ലോ ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പം ഡയഫ്രം ബീവൽസ് അങ്ങനത്തെ കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പ്രഷർ റീഡിങ്ങിൽ നമ്മൾ നോക്കിയിരുന്നു അല്ലേ. അവിടെയൊക്കെ ഏതെങ്കിലും ഒരു മെറ്റൽ പാർട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടിലുണ്ടാവുന്ന ഒരു ഡിഫോമേഷനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രഷർ മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ബേസിക്കലി പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ ഏരിയ ആണ്. അപ്പോൾ ആ ഫോഴ്സ് ഉണ്ടാക്കുന്ന ഡിഫോമേഷനെ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഫോഴ്സിനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ഹുക്സ് ലോ ഓഫ് എലാസ്റ്റിസിറ്റി എന്താണ്? It states that for relatively small deformation of an object, the displacement or the size of deformation as shape il undavunna maatam is directly proportional to the deforming force or load. എത്ര ഫോഴ്സ് കൊടുക്കുന്നോ ആ ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും അവിടെ ഡിഫോർമേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അണ്ടർ these conditions the object returns to its original shape and size upon removal of the load. Okay, ഈ ഹുക്സ് ലോയുടെ എലാസ്റ്റിക് റേഞ്ചിൻ്റെ അകത്ത് ഈ ഡിഫോമിംഗ് ഫോഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ തിരിച്ച് അതിൻ്റെ പഴയ ഷേപ്പിലേക്ക് തന്നെ വരണം. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Fs is equal to minus kx ആണ്. Fs എന്ന് പറയുന്നത് സ്പ്രിംഗ് ഫോഴ്സ് ആണ്, k സ്പ്രിംഗ് കോൺസ്റ്റൻറ്റും x സ്പ്രിംഗ് സ്ട്രെച്ച് ഓർ കംപ്രഷൻ. ഇത് സ്പ്രിങ്ങിൻ്റെ കേസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓർക്കുക നമ്മുടെ പ്രഷർ ഗേജസിലൊക്കെ ബേസിക് പ്രിൻസിപ്പിളായി വരുന്നത് ഇത് ഹുക്സ് ലോ ആണ്. ഓക്കെ, എസ്പെഷ്യലി നമ്മുടെ ഡയഫ്രംസ് ബീവൽസ് അങ്ങനത്തെ ഒക്കെ ഇല്ലേ അവിടെയൊക്കെ. നെക്സ്റ്റ് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് പോളിമർ സൈഡിൽ നിന്ന്. ഓക്കെ, മെക്കാനിക്കൽ സിവിലുകാരോട് പ്രത്യേകം പറയാനുള്ളത് പോളിമറിന് 5 മാർക്കുണ്ട്, പക്ഷേങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ കുറവാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസും ആയിരിക്കും. സോ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചധികം മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. ദ മോണോമറിക് യൂണിറ്റ്സ് ഓഫ് നൈലോൺ 66 ഏതൊക്കെയാണ്? നൈലോൺ 66ൻ്റെ മോണോമേഴ്സ് ഹെക്സാമെത്തിലീൻ ഡയമീനും എഡിപ്പിക് ആസിഡുമാണ്. ഓക്കെ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ തെർമോസെറ്റിക് പ്ലാസ്റ്റിക്? സിലിക്കോൺ തെർമോസെറ്റിക് ആണ്, പോളിയസ്റ്റർ തെർമോസെറ്റിക് ആണ്, പോളിയൂറത്തേനും തെർമോസെറ്റിക് ആണ്. അപ്പം ഓൾ ഓഫ് ദ അബവ്. ഓക്കെ, നെക്സ്റ്റ് തെർമോകോൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം പോളിസ്റ്റൈറീൻ അല്ലേ. പോളിസ്റ്റൈറീൻ എന്നാണ് തെർമോകോൾ ഉണ്ടാക്കുന്നത്. സോ ഓപ്ഷൻ ബി. Next, polymers produced by using a single type of monomer are called the homopolymer. So, product mechanism of copolymer. പോളിമറിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷനും ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷനും. ബോത്ത് 1 and 2. ഓക്കെ, ദ ആൻസർ ഈസ് ബോത്ത് 1 and 2. രണ്ട് മെത്തേഡിലും നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, നെക്സ്റ്റ് adhesives used for construction ഫീൽഡിൽ യൂസ് ചെയ്യുന്ന adhesives എന്തൊക്കെയാണ്? polymer adhesives, epoxy adhesives, acrylic adhesives, all of the above. The principle of electrostatic precipitator. Electrostatic precipitator പ്രിൻസിപ്പിൾ എന്താണ്? ഇവിടെ നമ്മൾ ചാർജ് കൊടുത്തിട്ട് അവിടെ ചാർജ് ബേസ്ഡ് സെപ്പറേഷൻ ആണ്. അപ്പോൾ സെഡിമെൻറ്റേഷൻ അല്ല, പ്രസിപ്പിറ്റേഷൻ അല്ല, കൊറോണ ഡിസ്ചാർജ്, ഗ്യാസ് അയണൈസേഷനെയാണ് കൊറോണ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, ഗ്യാസ് ക്രോമറ്റോഗ്രാഫി ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ്. ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി ടെമ്പറേച്ചറിനല്ല, പ്രഷറിനല്ല, ഫ്ലോ റേറ്റിനല്ല, കോൺസെൻട്രേഷൻ അല്ലേ, കോമ്പോസിഷൻ കണ്ടുപിടിക്കാനാണ്, കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനാണ് ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ചോദ്യങ്ങൾ. ഇതൊക്കെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ടൈപ്പ് 2 സെറ്റിലിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ഏതാണ്? സോ ടൈപ്പ് 1 സെറ്റിലിംഗ് എന്താണ്? ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ് ആണ്, ഫ്രീ സെറ്റിലിംഗ് ആണ്. ആദ്യം പാർട്ടിക്കിൾസ് ദൂരെയാണ്, ഫ്രീ ആയിട്ട് സെറ്റിൽ ആവുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്തടുത്ത് ഫ്ലോക്സ് ഉണ്ടാവുന്നു, അത് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 3 എന്താണ്? സ്റ്റേജ് സെറ്റിലിംഗ് അല്ലെങ്കിൽ സോൺ സെറ്റിലിംഗ് ആണ്, കുറേ എണ്ണം ഒരുമിച്ച് വന്നിട്ട് പിന്നെ ലാസ്റ്റ് കംപ്രഷൻ. അപ്പം ടൈപ്പ് 2 സെറ്റിലിംഗ് എന്താണ്? ഫ്ലോക്കുലൻ സെറ്റിലിംഗ് ആണ് ആൻസർ. ഓക്കെ, ദ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഈസ്, നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത യൂണിറ്റ്സ് ആൻഡ് ഡെസിമൽസ്. ഫ്രീക്വൻസിയുടെ ഏത് വേവിൻ്റെ ആയാലും ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹേർട്സ് ആണ്, ഡെസിബൽ ഒന്നുമല്ല. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഈസ് the molarity of aqueous solution of acetic acid containing 30 weight% acid if density of solution is 1 gram per cc is. molarity ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. molarity എന്താ? moles of solute per liter of solution ആണ് അല്ലേ, ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡെൻസിറ്റി തന്നിരിക്കുന്നത് 1 gram per cc ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 gram per cc എന്താ? 1 kilogram per liter ആണ് അല്ലേ, സെയിം ആസ് 1 kilogram per liter. ഓക്കെ, അപ്പോൾ നമുക്ക് 1 ലിറ്റർ സൊല്യൂഷൻ എടുക്കാം. അതിൻ്റെ വെയിറ്റ് എത്രയാണ്? 1. ഡെൻസിറ്റി ആണ് തന്നിരിക്കുന്നത്. സോ 1 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ 1 കിലോ വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റിൻ്റെ 30%
എസ്റ്റിക് ആസിഡ് ആണെന്ന് പറയുന്നു. അപ്പം 1 കിലോൻ്റെ 30% എന്ന് പറയുമ്പോൾ 300 ഗ്രാം എസ്റ്റിക് ആസിഡ് ഉണ്ട്, ബാക്കി 700 ഗ്രാം വാട്ടറാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ എക്വ സൊല്യൂഷനാണ്, അതിൻ്റെ അർത്ഥം വെള്ളമാണ്. ഓക്കെ, 300 ഗ്രാം എസ്റ്റിക് ആസിഡ്, 700 ഗ്രാം വാട്ടർ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇതാണ് 1 ലിറ്റർ സൊല്യൂഷനിലുള്ളത്, അടിയിൽ 1 ലിറ്റർ തന്നെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ മോൾസിലേക്ക് മാറ്റിയാൽ മതി. അപ്പം എസ്റ്റിക് ആസിഡ് എന്താ? CH3COOH ആണ്. ഓക്കെ, 2 കാർബണുള്ള ആസിഡാണ്. സോ ഇവിടെ കാർബൺ 12, ഹൈഡ്രജൻ 3, കാർബൺ വീണ്ടും 12, 2 ഓക്സിജൻ 32, ഹൈഡ്രജൻ 1. മൊത്തം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 60 എന്ന് കിട്ടും. ഓക്കെ, സോ 300 ഡിവൈഡഡ് ബൈ 60 we get 5 moles. 5 മോൾ എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, സോ മോൾസ് 5 ഡിവൈഡ് ബൈ 1, ആൻസർ ഈസ് ഓപ്ഷൻ എ 5. ഓക്കെ, നെക്സ്റ്റ് ഈ പ്രോബ്ലം ഡ്രൈയിങ്ങിൻ്റെ പ്രോബ്ലം ഞാൻ ചെയ്തതാണ്. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് എയർ ക്യാൻ ഡിക്രീസ് ഇൻ സ്പൈറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി ഇഫ്. ഓക്കെ, അതായത് നമ്മൾ ഒരു എയർ സാമ്പിൾ എടുത്ത് അതിലേക്ക് കുറച്ചും കൂടി മോയ്സ്ചർ കൊടുക്കുന്നു എന്ന് വിചാരിക്കാം, വാട്ടർ കൊടുക്കുന്നു, എന്നാലും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എപ്പോഴാണ് പറ്റുക? വെൻ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടും. കാരണം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്താ? PA/VAS ആണ്. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ PAS കൂടും. ഓക്കെ, കുറച്ച് നമ്മൾ വാട്ടർ കൊടുത്തിനെങ്കിലും ഹ്യൂമിഡിറ്റി കൊടുക്കുന്നുണ്ടെങ്കിലും Y കൂട്ടിയാലും ഇവിടെ റേഷ്യോ വേറെയാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. നെക്സ്റ്റ്, at low concentration of gas in a liquid, which of the following laws is most appropriate? ഇപ്പോൾ ലോ കോൺസെൻട്രേഷനിൽ ഹെൻറീസ് ലോ, നമ്മൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ കണ്ടു അല്ലേ? ഐഡിയൽ കേസ് ആണെങ്കിൽ റൗൾസ് ലോ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ഹെറ്ററോജീനിയസ് മിക്സ്ചർ ഈസ്. അപ്പം ബോയിലിംഗ് പോയിന്റ് ഓഫ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ, ബോയിലിംഗ് പോയിന്റ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു ഗ്രാഫുകളൊക്കെ. എങ്ങനെയാണ് വരിക? 2 മിക്സ്ചറിൻ്റെ, ഇപ്പോൾ ഇത് ഗ്രാഫാണെങ്കിൽ 2 പോയിൻ്റ് ഉണ്ടാവും. ഒന്ന് ഹൈ ബോയിലിംഗ് പോയിൻ്റ് ഉള്ള മിക്സ്ചർ ഉണ്ടാവും, രണ്ടാമത്തെ ലോ ബോയിലിംഗ് പോയിൻ്റ് ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വരിക അല്ലേ? ശരിയല്ലേ? അപ്പം മിക്സ്ചറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഗ്രാഫാണിത്. അതെപ്പോഴും ഈ 2 കോമ്പണൻസിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനും താഴെ നിൽക്കും. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ലെസ് ദാൻ ദ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ കോമ്പണൻസ്. ഓക്കെ, ഇതിൻ്റെ റേഞ്ചിലാണ്, ഇതിൻ്റെ മുകളിൽ പോവില്ല. ഓക്കെ, ബോയിലിംഗ് പോയിൻ്റ് ഇൻഡിവിജ്വൽ കോമ്പണൻറ്റിൻ്റെ മുകളിൽ പോവില്ല. പോകുന്ന കേസൊക്കെ ഉണ്ട്, അതൊക്കെ ഹൈ ബോയിലിംഗ് മിക്സ്ചേഴ്സ്, ലോ ബോയിലിംഗ് മിക്സ്ചേഴ്സൊക്കെ വരും. അതല്ല, നോർമലി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ 2 ബോയിലിംഗ് പോയിൻ്റ് റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് മിക്സ്ചറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എപ്പോഴും വരിക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെമ്പറേച്ചർ അറ്റ് വിച്ച് equilibrium vapor pressure of a liquid equals existing partial pressure of the vapor in the mixture. Simple അല്ലേ? പാർഷ്യൽ പ്രഷർ PA is equal to വേപ്പർ പ്രഷർ PAS എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇറ്റ് ഈസ് അറ്റ് സാച്ചുറേഷൻ. അതിനെ നമ്മൾ എന്താ പറയുന്നത്? ഡ്യൂ പോയിൻറ്റ്. നെക്സ്റ്റ്, കോൺസ്റ്റൻറ്റ് വോളിയം ഹൈഡ്രോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ. അപ്പം ഇപ്പോൾ ശ്രദ്ധിക്കണം, 2 ടൈപ്പ് എക്യുപ്മെൻ്റ് ഉണ്ട്. ഹൈഗ്രോമീറ്റർ ഉണ്ട്, ഹൈഡ്രോമീറ്റർ ഉണ്ട്. ഓക്കെ, ഹൈഗ്രോമീറ്റർ നമ്മൾ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. നേരെ മറിച്ച് ഹൈഡ്രോമീറ്റർ നമ്മൾ ഡെൻസിറ്റി അല്ലെ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂസ് ചെയ്യുന്നതാണ്. സോ ദ ആൻസർ ഈസ് ഡെൻസിറ്റി. നെക്സ്റ്റ്, പിരാനി ഗേജ്. പിരാനി ഗേജ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഇറ്റ് ഈസ് ഫോർ മെഷറിംഗ് വാക്കം. ആൻസർ ഈസ് ഹൈ വാക്കം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി യൂസ്ഡ് ഫോർ കോമ്പോസിഷണൽ അനാലിസിസ്. നോക്കിയാൽ മാസ് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാം, എക്സ്റേ ഡൈഫ്രാക്ഷൻ യൂസ് ചെയ്യാം. ഇവിടെ ഹൈഡ്രോമീറ്ററും ഉണ്ട്. ഹൈഡ്രോമീറ്റർ എന്തിനാണ്? ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ്. സോ ഇറ്റ് കനോട്ട് ഡു എ അനാലിസിസ് ഓഫ് ദ കോമ്പോസിഷൻ. സോ ദ ആൻസർ ഈസ് ഹൈഡ്രോമീറ്റർ. ഓക്കെ, സോ ഇത്രയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയാണ് ഇക്വേഷൻസിനെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ആണ് മനസ്സിലാക്കി. ഇപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ ഇക്വേഷനിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിലും ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്, ഇപ്പോൾ നേരത്തെ നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് ഒക്കെ കണ്ടതുപോലെ അങ്ങനെയൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, സോ മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു.